പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പാറ നടക്കുന്നേ. ഈ കഥ കേൾക്കൂ. അയ്യോ, ഒരു പാറ നടന്നു വരുന്നു. പാറയല്ല, അതൊരു ഭൂതമാണ്. അമ്മേ, അയ്യോ! ചിപ്പുമുയൽ ഉറക്കം നിലവിളിച്ചു. അയ്യോ, പാറ നടക്കുന്നേ. അല്ലല്ല ഭൂതച്ചാർ. അയ്യോ, ഭയമാണമ്മച്ചി. പാറച്ചാത്തൻ വരവാണേ. മണ്ടച്ചാരേ, അത് ഭൂതമൊന്നുമല്ല, നമ്മുടെ ആമച്ചേട്ടനാണ്. ദൊപ്പുവും ജിപ്പുവും ഒന്നിച്ചു പറഞ്ഞു. ആമച്ചേട്ടനോ? അതെ, ആമ. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ആമയെ കണ്ടിട്ടില്ലേ? അമ്മാവനും ചോദിച്ചു. അതിരാണിക്കാട്ടിലെ അമ്മാവൻ്റെ മാളത്തിൽ വിരുന്നിനെത്തിയതാണ് ചിപ്പുമുയൽ. പുഴക്കരയിലുള്ള മാളത്തിൽ വസിക്കുന്ന അമ്മാവനെയും മക്കളെയും അവന് വലിയ ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് അമ്മാവൻ്റെ വീട്ടിൽ വരുന്നതെന്ന് മാത്രം. പാറ പോലെ അനങ്ങാതെ കിടക്കുന്ന, ഇടയ്ക്ക് ജീവൻ വച്ച് നടക്കുന്ന ആമയെ അവൻ അത്ഭുതത്തോടെ കണ്ടു. ചിപ്പുവിൻ്റെ കൗതുകം കണ്ട അമ്മാവൻ പറഞ്ഞു, മോനെ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ ഒരുപോലെ കഴിയുന്ന ആമകൾക്ക് പ്രകൃതി നൽകിയ സുരക്ഷാ കവചമാണ് അതിൻ്റെ പുറന്തോട്. ശത്രുക്കൾ വരുമ്പോൾ തലയും കൈകാലുകളും അകത്തേക്ക് വലിച്ച് പുറന്തോട്ടിൽ സംരക്ഷിക്കാൻ കഴിയും. കരയിലെ മറ്റു മൃഗങ്ങൾ വേഗത്തിൽ ഓടുമ്പോൾ സാവധാനം ഇഴഞ്ഞു നീങ്ങാനേ ആമയ്ക്ക് പറ്റുകയുള്ളൂ. ശത്രുവിൻ്റെ സൂചന കിട്ടിയാൽ ഉടൻ ആ ആമ പുറന്തോടിനകത്ത് കയറി പാറ പോലെ അനങ്ങാതെ കിടക്കും. അമ്മാവൻ്റെ വാക്കുകൾ ചിപ്പുവിന് അത്ഭുതമായി, ആവേശവും. കൊള്ളാലോ, ആമച്ചേട്ടൻ്റെ സൂത്രം. കാട്ടിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് പോലും ഇത്രയും കാര്യമൊന്നും അറിയില്ലായിരുന്നു. അവരങ്ങനെ ആമവിശേഷം പങ്കുവയ്ക്കുമ്പോൾ പാറക്കല്ല് പോലെ ആമച്ചേട്ടൻ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു.